ഇன்றைக்கி നവരാത്രിയോട് 7ാമത് നാൾ. ഇന്നത്തെ നൈവേദ്യങ്ങൾ കടലപ്പരിപ്പ് ചുണ്ട്, ഗോതമ്പ് മാവ് വെച്ചിട്ട് ആവിയിൽ വേവിച്ച അപ്പം, കൂടെ லெமன் ரைஸ். எப்படி பண்ணுறது பார்க்கலாம். ஆദ്യം லெமன் ரைஸ் எப்படி பண்ணுறது பார்க்கலாம். அதுக்கு தேங்காய் எண்ணெயில் കടുകും കാഞ്ച മുളകയും പോട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ അതിൽ വേർക്കടല, ഇത് പച്ച വേർക്കടലയായതുകൊണ്ട് ഒന്ന് മൂത്തതിന് ശേഷം ഉഴുതുപരിപ്പും കടലപ്പരിപ്പും പൗഡറ്, ഉഴുതുപരിപ്പും കടലപ്പരിപ്പും ഒരു പകുതി മൂത്ത് കഴിയുമ്പോൾ അണ്ടിപ്പരിപ്പ് പോട്ടിൻ്റെ വരും. അപ്പോൾ അണ്ടിപ്പരിപ്പ് മൂക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് മൂത്ത് കിടക്കും. അണ്ടിപ്പരിപ്പ് മൂത്തതിന് ശേഷം വാൾക്ക് എരിവുക്ക് എത്ര വേണമോ അതുക്കനുസരിച്ചുള്ള പച്ചമുളക്, ഇഞ്ചി ഇത് രണ്ടും പോട്ട് നന്നായി മൂപ്പിച്ചെടുക്കരുത്. കരിവേപ്പിലയും പൊട്ടിക്കരുത്. ഇഞ്ചിയും പച്ചമുളകും ഒന്ന് മൂത്ത് വരുമ്പോൾ അതിൽ കൊഞ്ചം നല്ലെണ്ണ ചേർക്കരുത്. ഇത് ടേസ്റ്റ് നന്നായി വരും. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും പോട്ടുക്കരുത്. അത് എണ്ണയിൽ പോട്ടിട്ട് அந்த പൊടികളും ഒന്ന് മൂത്തിട്ട് തീയെ ചിന്നതാക്കിയിട്ട് നമ്മൾ വെന്ത് വെച്ചിരിக்கிற சாதம் ഉതിരുതിരായി ഇരിക്കണം. ലെമൺ നാരങ്ങ ചാതം അല്ലാട്ടന്നെ ലിംബു ചാതത്തുക്കുള്ള റൈസ് ചാതം വടിച്ചിട്ട് ഒരു തട്ടിൽ പരത്തി വെച്ചിട്ടാൽ പോരും. അപ്പോൾ ഉതിരുതിര ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. ചാതം തണുത്തതിന് ശേഷമൊക്കെ ചേർത്തിരിക്കാൻ അതിൽ തേവയാണ് ഉപ്പും കൂടെ ചേർത്ത് നന്നായി കിളറി എല്ലാം നന്നായി മിക്സായിട്ട് ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ ചിന്ന തീയിൽ ആവി കയറ്റി എടുക്കരുത്. അപ്പം அந்த എരിവും പുളിയും എല്ലാം എല്ലായിടത്തിലേയും ചേർന്ന് കറക്റ്റായി കിടക്കും. ആവി കയറ്റി എടുത്തതിന് ശേഷം അവൾക്ക് എത്രയാക്കുമ്പോൾ പുളിപ്പ് വേണ്ടത് അതുക്കനുസരിച്ചിട്ടുള്ള ലെമണോടെ ജ്യൂസ് പിഴിഞ്ഞെടുത്തുക്കരുത്. ഇപ്പോൾ 1.5 ടേബിൾ സ്പൂൺ എടുത്തിരിക്കാൻ. നല്ല പുളിപ്പുള്ള നാരങ്ങ ആയതുകൊണ്ട് 1.5 ടേബിൾ സ്പൂൺ തന്നെ എടുത്തിരിക്കാൻ. നാരങ്ങയ്ക്ക് പുളിപ്പ് കുറവാണ്, കൂടുതലെടുത്തുങ്കോ. നന്നായി മിക്സ് പണി എടുത്ത് കഴിയുമ്പോൾ ലെമൺ റൈസ് ഇല്ലാട്ടന്നെ എലുമിച്ചമ്പഴം ചാതം റെഡിയാവും. അത് നമുക്ക് നൈവേദ്യത്തേക്ക് വെക്കില്ല. അടുത്തത് കടലപ്പരിപ്പ് ചുണ്ടൽ എപ്പിടിയാക്കും നോക്കും. ആ കടലപ്പരിപ്പ് 2 മണിക്കൂർ ഇതുപോലെ ഉമിഴ്ത്തി വെച്ചിക്കരുത്. എന്നിട്ട് തിളച്ച വെള്ളത്തിൽ ഞാൻ ഇപ്പം കുക്കറിലല്ല വേവിക്കറേ. കറക്റ്റ് ഉതിര കടയ്ക്കവും വേണം, നന്നായി വെന്തിരിക്കവും വേണം. അതുപോലെ വേവിച്ചെടുത്തുക്കരുത്. എന്നിട്ട് വെള്ളം ഊറ്റി മാറ്റി വെച്ചിക്കരുത്. അതൊക്കെ താളിപ്പുക്ക് വേണ്ടി വെളിച്ചെണ്ണയൊക്കെ എടുത്തിരിക്കാൻ കടുകും കാഞ്ചമുളകയും പോട്ട് കടുക് പൊട്ടി വരുമ്പം അതിൽ എരിവുക്ക് വേണ്ട പച്ചമുളകും കരിവേപ്പിലയും പോട്ടുക്കരുത്. പച്ചമുളക് നന്നായി മൂത്തതിന് ശേഷം അതിൽ കൊഞ്ചം കായപ്പൊടിയും നമ്മൾ ഊറ്റി വെച്ചിരിக்கிற കടലപ്പരിപ്പും പോട്ടുക്കരുത്. കടലപ്പരിപ്പ് കുഴഞ്ഞു പോകാതെ പാത്തുക്കണം. എൻ്റെ ചുണ്ടലുക്ക് നന്നായി വെന്തിരിക്കവും വേണം, എന്നാൽ ജാസ്തി വേഗവും ഇടാതെ. அதுக்கு தேவையான ഉപ്പും കൂടെ പോട്ട് എല്ലാം മിക്സ് പണി ഒരു 3-4 മിനിറ്റ് ചിന്ന തീയിൽ അടച്ചു വെച്ച് വേവിക്കല. അപ്പോൾ அந்த എരിവെല്ലാം കറക്റ്റ് എല്ലായിടത്തിലും പിടിച്ച് കിടക്കും. അത് കഴിഞ്ഞ് അവൾക്ക് എത്ര തേങ്ങ വേണമോ അതുക്കനുസരിച്ച് 1/2 കപ്പിലേന്ത് 1 കപ്പ് വരെ നമുക്ക് ചേർത്തുക്കല. തിരുവിന തേങ്ങയാക്കും ചേർക്കറ്. തേങ്ങയും ചേർത്തിട്ട് എല്ലാം നന്നായി മിക്സ് പണി തേങ്ങയോടെ എന്താ പച്ച ചുവ മാറുறதுக்கு ഒരു 1-2 മിനിറ്റും കൂടെ വേവിച്ചെടുത്തിട്ടാൽ പോരും. അടച്ചു വെച്ച് ഒരു 2 മിനിറ്റും കൂടെ വേവിച്ചാൽ കടലപ്പരിപ്പ് ചുണ്ടൽ റെഡിയാവും. കടലപ്പരിപ്പ് ചുണ്ടലോടെ മെയിൻ ഇതെന്ന് പറയുന്നത് കൂടുതൽ വെന്ത് പോയിരപ്പെടാതെ നമ്മൾ ചുണ്ടൽ ഉണ്ടാക്കുമ്പോൾ ഉതിരുതിരായിരിക്കണം. അടുത്തത് ഗോതമ്പ് പൊടി വെച്ച് எப்படி അപ്പം பண்ணுறது பார்க்கலாம். அதுக்கு 1.25 ഗ്ലാസ് ശർക്കരയും ഒരു 1.25 ഗ്ലാസ്സിലേന്ത് 1.5 ഗ്ലാസ് വരെ വെള്ളം എടുക്കല.
ഇല്ലാട്ടന്നെ നമുക്ക് വെള്ളം ലാസ്റ്റിൽ ചേർത്തിക്കില്ല. നന്നാ അലിഞ്ച് വന്നിട്ട് വെള്ളത്തെ ഇതുപോലെ അരിച്ചെടുത്തുക്കരുത്. എന്നിട്ട് എന്താ ജലം നന്നാ തണുത്തതിന് ശേഷം അതിൽ 2 ഗ്ലാസ്, ഏത് ഗ്ലാസ്സിലാക്കുമ്പോൾ നമ്മൾ വെള്ളം എടുത്തോ അതേ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർത്ത് നന്നാ കട്ടയില്ലാതെ മിക്സ് പണി എടുക്കരുത്. ഒരു 2 നുള്ളു ഉപ്പും കൂടെ പോട്ടുക്കരുത്. നന്നാ മിക്സ് പണി എടുക്കുമ്പം അത് ரொம்ப കട്ടിயாக இருக்கான ആവശ്യത്തിലുള്ള ജലം ചേർത്തുക്കരുത്. അതാക്കും ആദ്യം വെള്ളം കരയുമ്പം നമ്മൾ கொஞ்சமாக വെള്ളം എടുത്തോമാനാണ്. ഇപ്പം നമുക്ക് കൂടുതൽ വെള്ളം വിട്ട് മിക്സ് പണിണ്ടാൽ പോരും. ആദ്യത്തേൽ ജലം കൂടിപ്പോയച്ചാൽ പിന്നെ നമ്മൾ പൊടി പിന്നെ കൂടെ പോടേണ്ടി വരും. പിന്നെ എന്താ ടെക്സ്ചർ കറക്റ്റായി കിടക്കാതെ. ഏകദേശം 1/2 ഗ്ലാസ് വെള്ളം എടുത്തിരിക്കാൻ ഇതുപോലെ നന്നാ മിക്സ് പണി കട്ടയില്ലാതെ മിക്സ് പണി എടുത്തതിന് ശേഷം ഇതുപോലെ അതോടെ കൺസിസ്റ്റൻസി ഇതുപോലെ கொஞ்சம் ഒഴുകിന് ഇതായിരിക്കണം. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ போட்டிருக்கேன். അത് എന്താ നല്ല ഫ്ലഫിயாக കിടக்கிறதுக்காக അത് പോടണ്ടാന്നുണ്ടാകുന്ന പോട്ടുക്കണ്ട. കൂടെ ഏലക്കാപ്പൊടിയും പോട്ട് വെക്കും. അതോടെ ബേക്കിംഗ് പൗഡർ പോടലാണ് ടെക്സ്ചർക്ക് கொஞ்சம் വ്യത്യാസം വരും. എന്നിട്ട് അവളോட ടേസ്റ്റിക്ക് എത്ര വേണമോ இந்த தேங்காய் ഒന്നുകിൽ കൊത്തായിട്ട് ഇതുപോലെ പോടலாம். ഇല്ലാട്ടാന തിരുവിന തേങ്ങ നെയ്യിൽ വറുത്ത് അപ്പടിയും പോടலாம். ഏതാക്കുമോ വിരുപ്പം അതുപോലെ പോട്ടുങ്കോ. கொஞ்சம் ബാക്കി ഞാൻ ഗാർണിഷ് ചെയ്യறதுக்கு വെച്ചിരിക്കാം. വറുത്ത തേങ്ങയെ ഏതും ഒരെണ്ണം പോട്ടിണ്ടാ പോരും എന്നുണ്ടെന്നാൽ ഒരെണ്ണം പോട്ടിണ്ടാ പോരും. ഒന്നുകിൽ തിരുവിന തേങ്ങ പോട്ടുങ്കോ ഇല്ലാട്ടന്നെ കഷ്ണമായിട്ടുള്ള തേങ്ങയെ വറുത്ത് പോട്ടുങ്കോ. അതും പോട്ട് നന്നാ മിക്സ് പണിക്ക് ശേഷം ഒന്നുകിൽ ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ നെയ്യ് ഗ്രീസ് പണി തടവി എടുങ്കോ ഇല്ലാട്ടന്നെ ചിന്ന കിണ്ണത്തിൽ വിട്ടാലും പോരും. ചിന്ന ഓരോരോ കിണ്ണത്തിൽ ഇതുപോലെ മാവ് വിട്ടിട്ട് നമുക്ക് ആവി കയറ്റി എടുത്താൽ പോരും. ഇതിപ്പോൾ ഇഡ്ഡലി തട്ടും എടുക്കറേ. கொஞ்சம் கூட தேங்காய் இதுபோல் பாக்கி வச்சுருந்ததை கார்னிஷ் செய்து ஒரு 15லேருந்து 20 மினிட் வரை ஆவி கயற்றி எடுக்கிறது. നന്നാ വെന്തിരിക്ക്. വേവലയാണ് கொஞ்சம் കൂടെ വേവിച്ചിട്ടാൽ പോരും. എന്നിട്ട് ഒരു തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂണ് വെച്ച് ഇതുപോലെ എടുത്താൽ തന്നെ അപ്പം റെഡിയായിരും. നമുക്ക് എണ്ണയെല്ലാം വിട്ട് പൊരിക്കുകയും വേണ്ട, നല്ല ഹെൽത്തിയാണ്, നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഇതുപോലെ സ്പൂൺ വെച്ചെടുത്താൽ ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായി കിടക്കും. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ടീ ടൈം സ്നാക്കായിട്ടും നമുക്കിത് സെർവ് പണലാം. ഇന്നത്തെ നൈവേദ്യം 3 എണ്ണമാക്കും പണ്ണിനെ. നമ്മൾ ഉണ്ണിയപ്പത്തേക്ക് എടുക്കപ്പെട്ട അതേ കൂട്ട് വെച്ച് ആവിയിൽ വേവിച്ച ഗോതമ്പപ്പം, ലെമൺ റൈസും കടലപ്പരിപ്പ് ചുണ്ടലും. എല്ലാവരും ഇതേ രീതിയിൽ ഗോതമ്പപ്പം പണിപ്പായിരുങ്കോ. എല്ലാവർക്കും ഒന്നും കൂടെ നവരാത്രി വിഷസ്.